കമ്മ്യൂണിക്കേഷൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് താഴെ ചിലർ കമൻ്റ് ഇടുകയുണ്ടായി, എന്താണ് എനിക്ക് ഈ പെട്ടെന്ന് ഒരാളായിട്ട് കണ്ട് സംസാരിക്കുക പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യുക, പ്രത്യേകിച്ച് ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് അപരിചിതരായിട്ടുള്ള ആരെങ്കിലും പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാത്ത ഒരാളായിട്ട് പെട്ടെന്ന് സംസാരിക്കണം, ഒന്ന് കമ്പനി ആണെന്നൊക്കെ ഉണ്ട്, സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ എന്തോ ഒരു പിടുത്തം, എന്ത് ചെയ്യണമെന്ന് അറിയണില്ല, എങ്ങനെയാണ് സംസാരിക്കാമെന്ന് അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഫൈൻ, നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷനും ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചിലതൊക്കെ അതിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ചിലത് വേറെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഞാൻ ആദ്യമേ പറയാം, ഇപ്പോഴത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷനിൽ കുറവ് സംഭവിക്കാനുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് പറയാം. കാരണം ഒരു ഫാമിലി ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ കൂടി എല്ലാവരും ഫോണിലാണ് നോക്കുക അല്ലേ, ഫോണിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുക. ടി വിയിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരമെങ്കിലും ഉണ്ടായിരിക്കും, പക്ഷെ ഫോണ് ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും വേറെ എവിടെയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്നാലും ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാകുമ്പോൾ ഒരു വിഷയം, നമ്മുടെ ഈ വായി ത്രൂള്ള കമ്മ്യൂണിക്കേഷനിൽ നല്ല മിസ്സിങ് വരും. നമുക്ക് എങ്ങനെ എന്ത് എന്നുള്ള അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ചെയ്യല്ലേ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ കൂടി മുകളിൽ നിന്ന് താഴത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിസ് കോളോ അല്ലെങ്കിൽ ടെക്സ്റ്റ് അയക്കുകയോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ നമ്മളെ ഡെയിലി കമ്മ്യൂണിക്കേഷനിലും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ത്രൂ ആണ് നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് വെർബലി ഉള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ, നമ്മുടെ പ്രാക്ടീസ് ത്രൂ ആണ് നമുക്ക് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എങ്ങനെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് പോയി സംസാരിക്കണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം ടൈമിംഗ് ആണ്. ഈ ടൈമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിക്കാൻ പോവാണ്. ആ സംസാരിക്കാൻ പോകുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, അപ്പോൾ ആ ആൾ കുറച്ച് ഹറിബറിയാണ്, തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. നേരെ മറിച്ച് ആൾ ഫ്രീ ആണ്, കുറച്ച് കാമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പോയി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി ഇരിക്കുന്നത്, ആ വ്യക്തിയുടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആ വ്യക്തി ചൂടായിട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ കാമായിട്ടിരിക്കുകയാണോ ഹാപ്പിയാണോ അല്ലേ എന്നൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും െങ്കിൽ ബെറ്റർ. അപ്പോൾ ആൾ കുറച്ച് ബിസിയാണ് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്നൊന്നും സംസാരിക്കാൻ പോകണ്ട. അത് നമുക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾക്ക് നിൽക്കണ്ട. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും താല്പര്യം വേണം അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി സംസാരിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. അപ്പോൾ അയാൾക്ക് കാണുമ്പോൾ ഫീൽ ആവും ഓക്കെ അയാൾ കുറച്ച് ഫ്രണ്ട്ലി ആണ് തോന്നുന്നു, കുറച്ച് കാമാണ് തോന്നുന്നു എന്നുള്ളൊരു ഫീൽ അയാൾക്ക് വരും. ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും ഓപ്പോസിറ്റ് അയാൾ തിരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഓക്കെ ഫീലിംഗ് കംഫർട്ടബിൾ എന്നുള്ളൊരു സാധനം വരും അല്ലേ. അയാൾ നമ്മളെ നോക്കി ചിരിച്ചു, അപ്പോൾ അയാൾ നൈസാണെന്ന് തോന്നുന്നൊരു സാധനം നമുക്കും വരും. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മളെ നോക്കി ആരെങ്കിലും ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ദാറ്റ്സ് ബെറ്റർ. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കുന്ന ആ ചിരിയായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യമാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെ. ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് എപ്പോഴും കീപ്പ് ചെയ്യുക, നെഗറ്റീവ് ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് കാണുന്നവർക്കും ഒരു നെഗറ്റീവ് ഫീൽ വരും. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, സ്മൈല്, അപ്പോൾ സംസാരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും അയാളുമായിട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് നോക്കുക. മുകളിൽ നോക്കി സംസാരിക്കുക, താഴെ നോക്കി സംസാരിക്കുക. അങ്ങനെ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ബോഡി ലാംഗ്വേജസ് ഒന്നും വരുത്താണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജസ് കീപ്പ് ചെയ്യുക. വേറൊരു വിഷയമാണ്, ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്നവർക്കായിരിക്കും മെയിനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണ്, പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ആൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കും, ഒരു പിടുത്തം വരും അവർക്ക്. അപ്പോൾ ഇതിനുള്ള ഒരു മെയിൻ വിഷയം എന്ന് വെച്ചാൽ, ഒരു ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ഒരാളുമായിട്ട് പരിചയപ്പെടുമ്പോൾ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയാണ് നമുക്ക്. അയാൾ എന്ത് വിചാരിക്കും, എന്തെങ്കിലും നമ്മളടുത്ത് നെഗറ്റീവ് കാണുമോ, എങ്ങനെയെന്നുള്ള. അപ്പോൾ ആൺകുട്ടി പെൺകുട്ടീനെ സംസാരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, എന്ത് പറഞ്ഞ് തുടങ്ങും, അപ്പോൾ അവളിപ്പോൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അങ്ങനത്തെ. ഇത് മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുൻകൂട്ടിയിട്ട് ഒരാളുമായിട്ട് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു ഇമാജിനേഷൻ കൊണ്ടുവയ്ക്കും. നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. നമ്മൾ സംസാരിക്കാൻ പോകുന്നു, ഇനിയിപ്പോൾ അയാൾക്ക് നമ്മുടെ അടുത്തൊന്നും പറ്റിയിട്ടില്ല, അയാൾ നമ്മളെ റിജക്റ്റ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രണയത്തിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലും എപ്പോഴും ഈ ഇമാജിനേഷനാണ്. റിജക്റ്റ് ചെയ്യുമോ, ഇനി എന്തായിരിക്കും അവർ വിചാരിക്കുക, നമ്മളെ പറ്റി എന്തെങ്കിലും നെഗറ്റീവായിട്ട് വിചാരിക്കും, എപ്പോഴും അങ്ങനെയാണ്. ഓപ്പോസിറ്റ് സെക്സുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു കാര്യമാണിത്.
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഏത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാൾ സംസാരിക്കുമ്പോഴും ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൂളായിട്ട് പോയി സംസാരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇനി പ്രണയത്തിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ കൂളായിട്ട് പോയി സംസാരിക്കുക. ആദ്യമേ കയറിയിട്ട് ഓവറായിട്ട് അങ്ങോട്ട് ചളാക്കരുത് എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യേണ്ട. ആദ്യമേ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുക. ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് പിന്നെ നമ്മളായിട്ട് ഒരു കണക്ഷൻ അവർക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ഒരു വിശ്വാസം വരുന്നത്. ട്രസ്റ്റാണ് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ, ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഏത് റിലേഷൻഷിപ്പിലും ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ഫ്രണ്ട്ഷിപ്പ് ത്രൂ തന്നെ ബിൽഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ കയറിയിട്ട് ഓവറാക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ കൂളായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഹായ് ഹലോ തുടങ്ങി ഡെയിലിയാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കയറി ഭയങ്കര ഒരു കണക്ഷനോ നമുക്ക് എല്ലാവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റില്ല അല്ലേ. ഡേ ബൈ ഡേ ആണ് നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു ഹായ് ഹലോ അതിൽ നിന്നൊക്കെ തുടങ്ങി മെല്ലെ നല്ലൊരു വിശ്വാസമൊക്കെ ആയി നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രപ്പോസ് ചെയ്യേണ്ട കേസൊക്കെ ആണെങ്കിൽ മെല്ലെ പ്രപ്പോസ് ചെയ്യാലോ അല്ലേ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് പിന്നെ എന്നും നിലനിന്നോളും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ പിടുത്തം ഉണ്ടാവില്ല, അത് വേണ്ട, വരും. പക്ഷെ അത് നമ്മൾ ഓവർകം ചെയ്യുക, വെറുതെ ഓവർ തിങ്ക് ചെയ്തിട്ട് കോളാക്കാൻ നിൽക്കരുത്. ഓക്കെ, വേറൊരു വിഷയമാണ്, നിങ്ങൾക്ക് ഇനി വേറൊരാളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ വ്യക്തിയായിട്ട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ ഒരു ഹായ് ഹലോ പോരാ, എനിക്ക് കുറച്ചൊരു ഡീപ്പ് കോൺവെർസേഷനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഡീപ്പ് കോൺവെർസേഷൻ വരില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു കണക്ഷൻ വേണം. ആ കണക്ഷനിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുഡ് കഴിച്ചോ, എന്താണ് വീട്ടിലെന്താ വിശേഷം, ഈ ഡ്രസ്സ് എവിടുന്ന് മേടിച്ചു, അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഒഴിവാക്കിയോ ഡെയിലി ഒരു ടിപ്പിക്കൽ കോൺവെർസേഷൻ ഉണ്ടല്ലോ, നമ്മൾ ആരുമായിട്ട് ആദ്യമേ സംസാരിക്കുമ്പോൾ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്ത് കഴിച്ചു എന്താ കറി, അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കറൻ്റ്ലി ഉള്ള നമ്മുടെ ലൈഫ് അതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മുടെ ഡ്രീം എന്താണ്, എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്തു, അങ്ങനത്തെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ടിപ്പിക്കൽ കോൺവെർസേഷനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച്, നമ്മുടെ ഡ്രീംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ കുറച്ച് ലൈവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമോഷണലി കണക്ഷൻ നമുക്കിടയിൽ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ എപ്പോഴും ഡീപ്പ് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം സംസാരിക്കാനായിട്ടൊക്കെ. ഒരു കണക്ഷൻ, ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ വരും. പക്ഷെ ഇതൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. താല്പര്യമില്ലെങ്കിൽ വിട്ട് കളയാ, താല്പര്യം വരുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ചാൽ മതി. ചിലരുണ്ട് പെട്ടെന്ന് കയറിയിട്ട് ഒരു ഓപ്പൺ ബുക്ക് പോലെ എല്ലാം കയറി സംസാരിക്കില്ല. അത് നല്ലതാണ് ഒരു കണക്കിന്, എല്ലാം പെട്ടെന്ന് കയറി ചാടി സംസാരിക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. ചിലർ ഗ്രാജുവലി സംസാരിക്കത്തുള്ളൂ അല്ലേ, ഓരോ ദിവസവും കൂടുന്തോറും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ച് സംസാരിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഡീപ്പ് കോൺവെർസേഷന് താല്പര്യമുള്ളവർ ഒന്നാമത് പെട്ടെന്ന് കയറി സംസാരിക്കാമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യം നോക്കണം, എന്നിട്ട് മാത്രം സംസാരിക്കാൻ നിൽക്കാൻ പാടുള്ളൂ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുക, ഡേ ബൈ ഡേ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മെല്ലെ നമ്മുടെ ഡ്രീംസിലേക്കും കാര്യങ്ങളിലേക്കും നമ്മുടെ കണക്ഷനിലേക്കും ഒക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ലൈഫ് ത്രൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കണം എന്നുള്ള ഒരു ആക്രാന്തത്തിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ഇനി ഞാൻ എന്ത് പറയണം, അല്ലെങ്കിൽ അയാൾ കേൾക്കുന്ന സമയത്ത് ഞാൻ എവിടെ നോക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊന്നും ഫോക്കസ്ഡ് ആവാണ്ട് നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വളരെ ക്ഷമയോടുകൂടി കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലിസണിങ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയുന്നതാണ് എപ്പോഴും. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും ഒരാളെ കാണുമ്പോഴേക്കും അയാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അപ്പം അയാളെ ലുക്ക് നോക്കി ജഡ്ജ് ചെയ്യേണ്ട, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കി ജഡ്ജ് ചെയ്യേണ്ട, അങ്ങനെ ഒന്നും നോക്കി നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട. നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കുക. അങ്ങനെ ജഡ്ജ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങളുടെ കിടപ്പ് വരുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും വന്ന് ചേരാൻ പോകുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അയാളിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ടായിരിക്കുക. അപ്പം എങ്ങനെയാണ് എന്താണ് വരാൻ പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എപ്പോഴും ഒരാൾ സ്ട്രേഞ്ചറെ കാണുമ്പോഴേക്കും അയാൾ ശരിയല്ല, അയാളുടെ ഡ്രസ്സിങ് മോശമാണ്, അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ സംതിങ് മിസ്സിങ്, നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള കരുതിയിട്ട് അങ്ങനെ പാടെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യേണ്ട. സംസാരിക്കാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ ഒന്ന് സംസാരിച്ച് വെച്ചേക്കുക, എവിടെ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ അയാളിലൂടെ നിങ്ങളുടെ കരിയറിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളായിരിക്കും ഇൻ ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ ലൈഫിൽ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക അല്ലേ. നിങ്ങളതിനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ വിചാരിക്കാത്ത പലരും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും ഒരാൾ സ്ട്രേഞ്ചറായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചാടി കയറി എല്ലാവിടെയും കയറി സംസാരിക്കാൻ നിൽക്കണ്ട. ഒന്ന് സാഹചര്യം എല്ലാം നോക്കി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.